രണ്ടുപേരുടെ മുഖം കടന്തലുകുത്തി വീർപ്പിച്ച പോലെയാ ഇന്നലെ മുതല്. നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ലയോ ഡേസമ്മോ? ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതാ നിന്റെ കുഴപ്പം. ആ മറ്റേ കൊച്ചിന്റെ കാര്യം പറഞ്ഞ രണ്ടുപേരും പിണങ്ങിയിരിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നേ. ദേ, ജോക്കുട്ടിന് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ മാളുവിനോട് പറഞ്ഞ് ആ കൊച്ചുമായിട്ടുള്ള ചങ്ങാത്തം അങ്ങ് നിർത്താൻ പറ. അല്ലേ, ജോക്കുട്ടൻ പറഞ്ഞത് കാര്യമല്ലേ ഡേസമ്മ? ആണാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരുത്തിയുമായിട്ട് കുടുംബത്തിലുള്ളവരാരെങ്കിലും കൂട്ടുകൂടുവോ? ദേ അമ്മച്ചി, വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. അപ്പോ ആൺകുട്ടി തന്നെയാ, അത് സത്യ. എന്ന് വെച്ച് അവര് തമ്മിലുള്ള കൂട്ടുകെട്ടിന് എന്റെ നോട്ടത്തിൽ ഒരു കുഴപ്പവും കാണുന്നില്ല. അവര് രണ്ട് ശരീരങ്ങളാണെങ്കിലും ഒരു മനസ്സ് തന്നെയാ. അതെന്റെ മോന് നന്നായിട്ടറിയാം. അപ്പുവായിട്ട് കൂട്ടുകൂടി മാളു ചീത്തയാകുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മറ്റാരും എടുക്കണ്ട. അതെനിക്കിരുന്നോട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്നാന്ന് വെച്ചാലേ, നിങ്ങൾ അമ്മയുടെ മോന്റെ ഇഷ്ടം. രണ്ടുപേരും കൂടി ഈ വീട്ടിൽ വഴക്കും ബഹളവും ഉണ്ടാക്കരുത്. അതോർത്താ ഞാൻ പറഞ്ഞത്. ആണാകുകയോ പെണ്ണാകുകയോ കൂട്ടുകൂടിയോ എന്നാ വേണമെങ്കിലും ആയിക്കോട്ടെ, ഒടുക്കം തല്ലിയും കുഴിച്ചും രണ്ടും രണ്ട് കമ്പയിലാവാതിരുന്നാ മതി. അപ്പോ നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? ഞാനൊന്നും പറയാതെ തന്നെ നീ എന്നെ മനസ്സിലാക്കുന്നില്ലേ മാളു? പിന്നെ ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാളു, എന്റെ മനസ്സിപ്പോ എന്റെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ല. ഒരുപക്ഷെ ബിപിയുടെ അവസ്ഥയൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ടാവും വല്ലാത്ത ഭയം എന്നെ ബാധിച്ചിട്ടുണ്ട്. രൂപങ്ങളൊക്കെ വല്ലാതെ ബ്ലേഡ് ആവുന്നത് പോലെ. അതുകൊണ്ട് ടോട്ടലി ഡിഫറെന്റ് ആയ ഒരു സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നത്. നല്ലതാ. നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല അപ്പോ ആരും. ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിച്ചവരൊക്കെ പുറന്തോടുകളാ. ആ ഷെല്ലിന്റെ ഭംഗിയുണ്ട് നമ്മളത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രമേ ജീവിതത്തിൽ സംഭവിക്കാവൂ എന്ന് വിചാരിക്കുന്നത് നമ്മുടെ കുഴപ്പമാണല്ലോ. ജീവിതം അങ്ങനെയൊക്കെയാ, വിശേഷിച്ചും ഫാമിലി ലൈഫ്. ഉദാഹരണത്തിന് വിപിയുടെ അമ്മയുടെയും കാര്യം തന്നെ എടുത്താൽ മതി. അവര് പരസ്പരം ഒരിക്കലും മത്സരിച്ചിരുന്നില്ല. വിപി വാശി പിടിക്കുമ്പോഴൊക്കെ അമ്മ തോറ്റുകൊടുത്തിട്ടേ ഉള്ളൂ. അത് എനിക്ക് വേണ്ടിയും വിപിക്ക് വേണ്ടിയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഒടുവിൽ എല്ലായിടത്തും അമ്മ തന്നെ ജയിച്ചത്. ആ ജയവാ എന്നെയും വിപിയെയും ഇപ്പോഴും ഈ വീട്ടിൽ ഒരുമിച്ച് നിർത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, തോറ്റു നേടുന്ന ജയത്തിനാണ് സ്വീകാര്യത കൂടുതലെന്ന. അത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ളവർക്ക് മനസ്സിലാവുമാണ്. നീ പറഞ്ഞത് ശരിയാ. തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറുവാ. പക്ഷെ അങ്ങനൊരു മത്സരത്തിൽ ഞാനും എന്റെ ലൈഫ് പാർട്ട്ണറും അല്ലാതെ ക്ഷണിക്കപ്പെടാത്ത മൂന്നാമതൊരാൾ ഉണ്ടാവാൻ പാടില്ല. ആ മൂന്നാമതൊരാള് ഞാനായിക്കൂടെ? ആരാ? ഡോക്ടറാണോ? അതെ. നീ എന്താ കോൾ എടുക്കാത്തെ? ഞാൻ എവിടെയുണ്ടെന്ന് അറിയാനാ. അത് മനസ്സിലാക്കി കൊടുത്താ പോരെ? വാ. മാളു, എന്തിനാ മാളു? എന്തിനാ ഇത്? ഒരു പണിയുണ്ട്. ആ ഡോക്ടറെ, ഞാനിപ്പോ അപ്പുവിന്റെ വീട്ടിലാണേ. അപ്പുവിനോടൊത്ത് ഇന്ന് ഡേ മുഴുവൻ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഡോക്ടർ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? എന്തിനാ മാളു? കാര്യമുണ്ട്, നീ നോക്കിക്കോ. മൈ ഗോഡ്, ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ. എന്ത് പറ്റും നിനക്ക്? ഭാര്യ വീട് പിടിച്ചപ്പോ നീ നല്ല കുട്ടിയായെന്നാ ഞാൻ കരുതിയത്. അല്ലെങ്കിലും ഞാൻ നല്ല കുട്ടി തന്നെയാണല്ലോ. അല്ലടാ, ശരിക്കും നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തോടെ നീ ഇന്ന് എന്നെ വിളിച്ചു വരത്തില്ല. എന്താടാ, മാള് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്തോ? മാള് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതുകൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇനിയിപ്പോ കാരണം അറിഞ്ഞേ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വേണമെന്നുണ്ടോ?
തന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന കൂട്ടത്തില് തന്റെ വാടക വീടൊക്കെ കണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ചോണ്ടാവാലോ. കർത്താവേ, നിനക്ക് എന്തു പറ്റി? ഇപ്പോഴെങ്കിലും നിനക്ക് എന്റെ വീട്ടിലേക്കൊന്ന് വരാൻ തോന്നിയല്ലോ, സന്തോഷായി. ബാക്കി വീട്ടിൽ ചെന്നിട്ട് വാ മോനെ. നീ കേറുന്നില്ലേ? എന്തുവാ? നീ കേറുന്നില്ലേന്ന്. ആ, അതിനല്ലേ ഞാൻ വന്നത്. ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. കാര്യം എന്താന്ന് നീ തെളിച്ചു പറ. എന്ത് ചുറ്റിക്കളി? ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാൽ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു. ഇതിനകത്ത് എന്താ ചുറ്റിക്കളി? വാ. ഇതെന്താ രണ്ടുപേരും കൂടി ഒരുമിച്ച്? അലീനെ വഴിവെച്ച് കിട്ടി. എങ്കിൽ പിന്നെ ഇവിടെ ആക്കിയിട്ട് പോകാന്ന് കരുതി. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു കോഫിയോ ജ്യൂസോ തരാം എന്നുള്ള ഓഫറുണ്ട് തന്റെ കൂട്ടുകാരിയുടെ വക. വരൂ, അകത്തിരിക്കാം. ഇരിക്കെ. കോഫിയോ ജ്യൂസോ? ഡോക്ടർ ഏതാ പ്രിഫർ ചെയ്യുന്നത്? ഒന്നും വേണ്ട ഹിമ. വിരോധമില്ലെങ്കിൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നാ മതി. നല്ല ദാഹം. വെള്ളം മതിയെങ്കിൽ ജ്യൂസ് തന്നെ ആവാം അല്ലേ? നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോ വരാം. ജോബിൻ, എന്തോ നീ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്താ അത്? ഇനിയെങ്കിലും നീ പറ. ഒന്നുമില്ലടോ, ഞാൻ പറഞ്ഞില്ലേ തന്റെ വീട് അന്ന് വന്നിട്ട് വിശദമായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല. സൗകര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നീ വീട് കാണാനൊന്നും അല്ല വന്നത്. എന്നാരും പറഞ്ഞു? നീ ഇങ്ങോട്ട് വന്ന കാര്യം നിന്റെ മിസ്സസിന് അറിയൂ. അതിന് മിസ്സസ് അറിയുന്നുണ്ട്, എന്താ കുഴപ്പം? ചുമ്മാ നീ നോണ പറയാ. നോണയോ? ഞാനോ? ആ, എങ്കിൽ നിന്നെ അത് കൺവിൻസ് ചെയ്യിച്ചിട്ട് എന്റെ കാര്യം. ജസ്റ്റ് എ മിനിറ്റ്. ഏയ് ജോബിൻ, എന്താ നീ കാണിക്കുന്നത്? ജസ്റ്റ് വെയിറ്റ് ഡിയർ. ഹായ് ഡിയർ മാളു. ഞാനേ നമ്മുടെ അലീനയുടെ കൂടെയാ. അവളുടെ റെന്റഡ് ഹൗസ് കാണാൻ വന്നതാ. ഞാനേ വരാൻ അല്പം ലേറ്റ് ആവും കേട്ടോ. ടേക്ക് കെയർ. ഏയ്, ആർ യു സീരിയസ്? മാളു അറിഞ്ഞ പ്രശ്നമൊന്നുമില്ലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നീ കണ്ടല്ലേ ഞാൻ അവൾക്ക് നമ്മൾ ഒരുമിച്ചുള്ള പിക്ചർ സെൻഡ് ചെയ്തത്. എന്താടാ, എന്ത് മാജിക്കാ എന്നിടയിൽ നടന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി ഇതുപോലുള്ള പല കാഴ്ചകളും താൻ കണ്ട് വിശ്വസിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇല്ലില്ല, പോയിട്ടില്ല. പോയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അതിപ്പോ ഞാൻ എങ്ങനെ അവളോട് ഡയറക്റ്റ് ചോദിക്കുന്നത്? താനുണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ആ, ആള് പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പനോട് ചോദിക്കാം. ശരി ഗീത, ഞാൻ വിളിക്കാം. ആ, നീ ഇറങ്ങണം മോളെ. അതെ അങ്കിൾ, കുറച്ചു നേരം ആയില്ലേ വന്നിട്ട്. ഇനി എങ്ങോട്ടാ? ആശുപത്രി അടുത്ത് കയറുന്നുണ്ടോ? ഇല്ല, ആന്റിയുടെ അടുത്തേക്ക് പോവാ അങ്കിൾ. എന്താ രണ്ടുപേരുടെയും മുഖം വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ വേണമെങ്കിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട അങ്കിൾ, അതിന് അത്രയ്ക്ക് നേരമൊന്നും ആയിട്ടില്ലല്ലോ. ഞാനങ്ങ് പോയിക്കോളാം. വാപ്പു, എന്നാ ഇറങ്ങട്ടെ അങ്കിൾ. ആന്റി വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞാ മതി. ഇടയ്ക്ക് നീ പാർലറിലേക്ക് ചെല്ലാത്തത് ഇതേ കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ കുറച്ച് സൗകര്യം കൂട്ടുകയും ചെയ്യാം. ആ, ഇനിയിപ്പോ അതിനുള്ള അവസരമൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഏയ്, ആന്റിയുടെ അടുത്തേക്ക് എനിക്ക് എപ്പോ വേണേലും പോവാലോ, അതുകൊണ്ട് പറഞ്ഞതാ. വാപ്പു. ആരുടെ മെസ്സേജ് ആയിരുന്നു? ഡോക്ടറിന്റെ ആണോ?
ഉം. പ്രതീക്ഷ പോലെ തന്നെയാ. ഡോക്ടറും തിരിച്ചു ഗോളടിച്ചു. പകരത്തിന് പകരം വീട്ട് അലീനയുടെ ഒപ്പം വരാൻ ലേറ്റ് ആവുന്നു. ശ്ശേ, നീ വെറുതെ തുടങ്ങി വെക്കണ്ടായിരുന്നു. എന്തായാലും മത്സരം തുടങ്ങിയ സ്ഥിതിക്ക് റിസൾട്ട് അറിയാതെ എങ്ങനെയാപ്പോ അവസാനിപ്പിക്കുന്നത്? ഇപ്പൊ 2 ടീമുകളുടെയും സ്കോർ ബോർഡിൽ 1-1 ഇതൊരു ഷോ മാച്ചാ. യഥാർത്ഥ മത്സരം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അളു, വേണ്ട. ഈ തമാശക്കളി ഇവിടെ കൊണ്ട് നിർത്ത്. വെറുതെ എന്തിനാ? നീ പേടിക്കണ്ടേ? ഇനിയിപ്പോ ഞാൻ പിണങ്ങി ഇറങ്ങാനും വാശി പിടിച്ചിരിക്കാനൊന്നും പോകുന്നില്ല. നീ പറഞ്ഞ പോലെ തോറ്റു കൊടുക്കാനാ വിധിയെങ്കിൽ നല്ല അന്തസ്സായിട്ട് തോറ്റു കൊടുക്കും. നോക്കപ്പോ, നീ പോയാലും ഇല്ലെങ്കിലും ഇനിയിപ്പോ എന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ തന്നെ ആവും. അതുകൊണ്ട് എന്റെ ജീവിതം സേഫാക്കാൻ വേണ്ടിയാണ് നിന്റെ ഈ ഒളിച്ചോട്ടം എങ്കിൽ അത് വേണ്ട. എനിക്ക് മാത്രമല്ല, VP അങ്കിളിനും ഗീതാന്റിക്കൊക്കെ നിന്നെ വല്ലാതെ മിസ് ചെയ്യും. അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. മളു, ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, ഡോക്ടറായിട്ട് വെറുതെ വഴക്കിനൊന്നും പോണ്ട. ഇല്ലെന്നേ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനി ഒരു വഴക്കിനും ഞാൻ പോയില്ല. പോട്ടേടാ. ഹലോ, ഹലോ. ഒരു മിസ് കോൾ കണ്ടായിരുന്നു. ആണോ? ആ. ഡോക്ടർ, നിനക്കും കൂടി എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. ഡോക്ടർക്ക് ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടായോ? നല്ല വീട്. നീയൊന്ന് നിന്നെ. ഇതുവരെ നീ എവിടെയായിരുന്നു? എന്താ അമ്മച്ചി, ഞാനിവിടെ ഇല്ലാത്തോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതല്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യം. ആദ്യം നീ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. നീ എവിടെ പോയിരുന്നു? എന്താ, ഈ വീട്ടിൽ നിന്ന് എനിക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വല്ലതും എടുക്കണോ? ദേ കൊച്ചേ, തർക്കുത്തരം പറയരുത്. നീ പോയതേ ആ ചെറുക്കനെ കാണാനാണെന്ന് എനിക്കറിയാം. ആഹാ, അറിയെങ്കിൽ പിന്നെ എന്തിനാ ത്രേസ്യ അമ്മച്ചി ഇത്ര ബുദ്ധിമുട്ടി ചോദിച്ചത്? അല്ലേ, എന്താ നിന്റെ ഉദ്ദേശം? ഈ വീട്ടില് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണോ? ഞാൻ അപ്പുനെ കാണാൻ പോകുന്നതില് ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്നെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അത് ശരി. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയാ. നീ പോയത് അവിടേക്ക് തന്നെയാ? അതെ, അവിടേക്ക് തന്നെയാ. അല്ലെന്നാരും പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു മോളെ, നീ ആ പയ്യനെ കാണാൻ പോകുന്നത് ജോക്കുട്ടിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതല്ലേ? പിന്നെ നീ എന്നാത്തിനാ ഈ വയ്യാവേലി എടുത്തു വെക്കുന്നത്? കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനം കളയാനായിട്ടാണോ? ഞാൻ അപ്പുനെ കാണാൻ പോയതുകൊണ്ട് ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേസി ആന്റി എന്റെ അടുത്ത് സംസാരിക്കട്ടെ. അതിന് ഡേസി ഇവിടെ ഇല്ല, പള്ളി പോയേക്കുവാ. ശരി, എന്നാ പിന്നെ ആന്റി വരട്ടെ. അതുവരെ ഞാൻ ഈ വീടിന് പുറത്തേക്കാം. അങ്ങനെ പുറത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് തിരുരൂപത്തെ തൊട്ട് സത്യം ചെയ്താൽ മതി. ആഹാ, അങ്ങനെ സത്യം ചെയ്താ അമ്മച്ചിക്ക് വിശ്വാസാവോ? എന്നാലേ കള്ളസത്യം ചെയ്യുന്നത് പാപികളാണെന്നല്ലേ വേദപുസ്തകം പറയുന്നത്? ഇനി ഞാൻ അപ്പുനെ കാണാൻ പോവും, സംസാരിക്കും. ചിലപ്പോ 1-2 ദിവസം അവിടെ തങ്ങിന്നും വരും. അപ്പൊ പിന്നെ എങ്ങനെയാ അമ്മച്ചി ഞാൻ സത്യം ചെയ്യുന്നേ? എന്നത്തിനാ കൊച്ചേ നീ ഇങ്ങനെ വാശി കാണിക്കുന്നേ? കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാ പെങ്കൊച്ചുങ്ങൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ വാശി കാണിച്ചാലേ എല്ലാവരുടെയും മനസ്സിൽ നിന്നോടുള്ള സ്നേഹം കുറയേ ഉള്ളൂ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെന്ന് നമ്മൾ പെണ്ണുങ്ങൾ മാത്രം വിചാരിച്ച പോരാ അമ്മച്ചി. ഒപ്പം ജീവിക്കുന്ന ആണുങ്ങൾക്കും കൂടി ആ ബോധം വേണം. അല്ലാതെ ആണുങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ അവരുടെ അടിമകളൊന്നും അല്ലല്ലോ. ഇത് ശരിയാകുകയല്ല, ഇത് ശരിയാകുകയല്ല. ഇനിയിപ്പോ എന്നതാ വേണ്ടതെന്ന് കെട്ടിയോനും കെട്ടിയോടും കൂടെ തീരുമാനിക്കട്ടെ. ഡേസി വരുമ്പോ വണ്ടിക്കാശ് മേടിച്ചുകൊണ്ട് പോകുന്നതാ നല്ലത്.
എന്താ നീ കഴിക്കാൻ വരാഞ്ഞേ? എനിക്ക് വിശപ്പില്ലമ്മ. എന്താ അപ്പു, എന്താ നിനക്ക് പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഏയ് ഒന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. അത് വെറുതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? മാളു ഇന്ന് നിന്നെ കാണാൻ വന്നു എന്ന് VP പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? അവര് തമ്മില് വീണ്ടും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ അപ്പു? ഇതുവരെ അങ്ങനെ ഇഷ്യൂ ഒന്നും ആയിട്ടില്ലമ്മേ. പക്ഷേ ചിലപ്പോ അതൊരു ഇഷ്യൂ ആയി വളർന്നേക്കാം. എന്താ അവർ തമ്മിലുള്ള ശരിക്കും പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലെന്നേ. വേണമെങ്കിൽ എന്റെ പ്രസൻസ് ചിലപ്പോ ഒരു പ്രശ്നമായിരിക്കും ഭാവിയില്. നിന്റെ പ്രസൻസോ? എന്തൊക്കെയാ അപ്പു നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് തന്നെയാ എന്റെ പ്രശ്നം. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒന്നു മാത്രം മനസ്സിലായി, കുറച്ചു നാൾ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന തന്നെയാ എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് എന്റെ ആ തീരുമാനത്തിൽ ഇനി മാറ്റമൊന്നുമില്ല. ആരും എന്നെ നിർബന്ധിക്കരുത്. അപ്പോ അമ്മ പ്ലീസ്, ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ. ഞാൻ അപ്പുവിനോട് സംസാരിച്ചു. എത്രയൊക്കെ ചോദിച്ചിട്ടും ഒന്നും വിട്ടുപറയാൻ കൂട്ടാക്കുന്നില്ല. ഇവിടുന്ന് പോകണമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ VP? ഒക്കെ ഞാനായിട്ട് വരുത്തി വെച്ചതാണല്ലോ. അപ്പൊ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ആളും ഞാനാണല്ലോ. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യം അതാണല്ലോ. ഞാനായിട്ട് മുന്നോട്ട് വെച്ചൊരു കാര്യത്തില് അപ്പൊ മുറുകെ പിടിച്ചു നിന്ന് നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നു. അപ്പു ബോധപൂർവ്വം അങ്ങനെ ചെയ്യാണെന്ന് എനിക്ക് തോന്നുന്നില്ല VP. ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് പിന്നിൽ നമുക്കറിയാത്ത മറ്റെന്തോ കാരണങ്ങളുണ്ടെന്ന് തോന്നുന്നു. മെയിനായിട്ടും ആതിരയുടെ മരണം ഉണ്ടാക്കിയ ശൂന്യത അപ്പുവിന്റെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാളുവും ജോബും തമ്മിലുള്ള പിണക്കവും അപ്പുവിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ ഒരു സംശയം തോന്നായിരുന്നില്ല ഗീത. ജോബിനൊരു ഐഡിയൽ മാനാണെന്നുള്ള അപ്പുവിന്റെ ധാരണയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണല്ലോ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതൊന്നും മാളുവിനോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും അപ്പനുണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കാരണങ്ങൾക്കൊന്നും അപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കല്ലല്ലോ പ്രതിവിധി. അതുമാത്രമല്ല, ജോബിനും മാളും തമ്മിലുള്ള പ്രശ്നം ഓൾറെഡി പരിഹരിക്കപ്പെട്ടതല്ലേ. എന്നിട്ട് ഇവിടുന്ന് മാറി നിൽക്കണമെന്ന് അപ്പോൾ എന്തിനാ നിർബന്ധം പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി നമ്മൾ അറിയാത്ത വല്ല ഇഷ്യൂസും അവർ തമ്മിൽ ഉണ്ടോയെന്ന് എനിക്കറിയേണ്ടത്. നമ്മളറിയാത്ത എന്ത് ഇഷ്യൂസ് അവർ തമ്മിലുള്ളത്? നോ, എനിക്കങ്ങനെയും തോന്നുന്നില്ല VP. ഇനി ചിലപ്പോ മാളുവോ മുരളിയോ കേസിന്റെ കാര്യത്തിൽ അധികം ഇൻവോൾവ് ആവാൻ നിന്നത് അപ്പന് വിഷമായിട്ടുണ്ടെങ്കിലും, തുടക്കത്തിൽ മുരളി അപ്പന് സപ്പോർട്ടായിട്ട് നിന്നെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് അതിന്ന് പിന്മാറിയല്ലോ. ഇനി അത് വല്ലതും അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. എങ്കിൽ പിന്നെ മാളുവിന്റെ കാര്യത്തില് അപ്പു ഇത്ര ഇൻവോൾവ് ആവില്ലായിരുന്നല്ലോ. അപ്പുവിന്റെ മനസ്സിൽ മറ്റെന്തോ കാരണങ്ങളൊക്കെയാണ് VP. എങ്കിൽ ഞാനൊന്ന് സംസാരിച്ചാലോ? ഏതായാലും ഇപ്പൊ വേണ്ട. ആളാകെ വല്ലാത്തൊരു മൂഡില്ല. ഇനി VP ഈ കാര്യം സംസാരിക്കാൻ ചെന്നാ അപ്പു ആകെ ഡിസ്റ്റർബ്ഡ് ആവും. എന്താ ആലോചിക്കുന്നേ? അല്ല, ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മളായിട്ട് പറയുമ്പോഴും അപ്പുവിനൊരു തരം നിസ്സംഗതയാണല്ലോ എന്ന് ആലോചിച്ചു പോയതാ. സാധാരണ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഇനിഷ്യേറ്റ് എടുക്കുന്നത് അപ്പുവാണല്ലോ. 2-3 ആവർത്തി ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകാനാണ് അപ്പു ഇപ്പൊ ശ്രമിക്കുന്നത്.